എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് രാവിലെ ഷോർട്സ് ഒന്നും ഇട്ടില്ല കേട്ടോ. ഇന്ന് എനിക്ക് എന്തോ ഒരു മൂഡ് ഓഫ്. അപ്പം ഞാൻ വിചാരിച്ചു റീഡിങ് ചെയ്താൽ ശരിയാവില്ല, അപ്പോൾ ഒന്ന് ഹീലിംഗ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ റെഗുലർ റീഡിങ്ങിന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അത് ഇന്നലെ ലൈവ് വന്ന് ഒത്തിരി എനർജീസ് കണക്റ്റ് ആയി. പേഴ്സണൽ റീഡിങ്സും കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഇന്ന് എന്തോ ഒരു ഗ്ലൂമിനെസ്. സോ ഐ തോട്ട് ഐ ലീവ് ഇറ്റ് ഫോർ ടുഡേ കേട്ടോ. അപ്പോൾ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഞാൻ തേർഡ് പാർട്ടിയുടെ റീഡിങ് ചെയ്യുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു തേർഡ് പാർട്ടിയുടെ ആൽഫബറ്റ് റീഡിംഗ് ഇന്ന് ചെയ്യാവുന്ന നല്ല ദിവസമായിട്ട് നമുക്ക് ഇന്ന് തേർഡ് പാർട്ടി വെച്ച് തുടങ്ങണ്ട. ഓക്കെ, ജസ്റ്റ് ഇനി അടുത്ത 2 ആഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളത് നോക്കാം നമുക്കിന്ന് കേട്ടോ. അത് മതി, അതായിരിക്കും നല്ലത്. നല്ല ആക്ഷൻ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് 2 വീക്സിൽ എക്സ്പെക്റ്റ് ചെയ്യാമോ എന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇന്നത് നോക്കാം, അത് മതി. ഓക്കെ, ട്യൂസ്ഡേ വീണ്ടും പറയാണ്, ലൈവ് സബ്സ്ക്രൈബേഴ്സ് ലൈവ് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മിസ്സായവർ ഒന്ന് വന്നോളൂ കേട്ടോ. വെനസ്ഡേ നമ്മുടെ മെമ്പേഴ്സ് ലൈവും ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. പേഴ്സണൽ റീഡിംഗ് എടുത്തവർക്കറിയാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഇതിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഇനി വരുന്ന 2 ആഴ്ച, അതായത് നവംബർ 1 മുതൽ 15 വരെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാകുമോ, എന്താണ് അവർക്ക് അവരുടെ റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കാൻ കഴിയുക എന്നൊന്ന് പറഞ്ഞു തരൂ. നല്ല മാറ്റങ്ങളുണ്ടാകുമോ, എന്തൊക്കെയാണ് എൻ്റെ വ്യൂവേഴ്സിന് അടുത്ത 2 ആഴ്ചയിൽ പ്രതീക്ഷിക്കാൻ കഴിയുക എന്നൊന്ന് പറഞ്ഞു തരൂ. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. എംപറർ താനെ വീണു കേട്ടോ. ക്ലാരിഫൈ ചെയ്യുമ്പോൾ എന്താണെന്നറിയാം നമുക്ക്. 7 of Pentacles, Justice, 8 of Wands, good. Oh, Tower, Star. ആദ്യത്തെ കാർഡ് ടവർ വന്നതുകൊണ്ട് പേടിക്കണ്ട, അത് എന്തുവാവാം നമുക്ക് നോക്കാം കേട്ടോ. 10 of Wands, Hermit, 2 of Cups, good. Queen of Swords, Temperance, 2 of Wands, Base, bottom of the deck, Lovers. ഓക്കെ, മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപറർ കാർഡ് വന്നത്? എംപറർ കാർഡ് എന്തുകൊണ്ടാണ് വന്നത്? Queen of Cups, Page of Pentacles, 2 of Pentacles. ഓക്കെ, ഇവിടെ നല്ലത് തന്നെയാണ്. ഒന്നുകിൽ ഇവിടെ തടസ്സം ഉണ്ടായിരുന്നത് അവരുടെ ഈഗോ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ പാരൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള തടസ്സങ്ങളായിരുന്നെങ്കിൽ അവർ വളരെ, അതായത് പാരൻ്റൽ പ്രഷർ കൊണ്ടോ അവരുടെ സ്വന്തം ഈഗോ കൊണ്ടോ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഏജ് ഗ്യാപ്പ് ഇതൊക്കെ ഒരു പ്രശ്നമാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുകയായിരുന്നെങ്കിൽ, അവർ ജഗ്ലിംഗ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ, അവരുടെ ഒരു ഇമോഷണൽ സൈഡിലേക്ക് നോക്കിക്കൊണ്ട് അവരുടെ ഇമോഷണൽ സൈഡ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ തരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സേ ഫോർ എക്സാമ്പിൾ പാരൻ്റൽ പ്രഷറാണ് അവിടെ പ്രശ്നമെങ്കിൽ പാരൻസിനെ ഇമോഷണലായി പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും. അല്ല, മറ്റു കാര്യങ്ങളായിരുന്നു അവർക്ക് തടസ്സമെങ്കിൽ അവർ മനസ്സിലാക്കും. സ്നേഹം ഇതിനേക്കാളെല്ലാം
മുകളിലുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് കിട്ടിയിട്ട് അവരുടെ ഈഗോ പ്രശ്നങ്ങളായാലും വേറെ എന്ത് തടസ്സങ്ങളായാലും പറഞ്ഞ പോലെ കാസ്റ്റ് കൾച്ചർ റിലിജനെ പറ്റിയിട്ടൊക്കെ ഇവർ ബോധേഡായിട്ട് ഇരിക്കുമായിരുന്നെങ്കിൽ അതിനെയൊക്കെ മാറ്റി വെച്ച് അവരുടെ ഇമോഷണൽ സൈഡിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ്, ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്നാണ് അവിടെ കാണുന്നത്. മേടരാശി ഏരീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. Clarify 7 of Pentacles. Clarify 7 of Pentacles. Clarify 7 of Pentacles. Seven of Cups, Hanged Man, Queen of Wands. അവിടെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആണ് അവർക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അറ്റ് എ ടൈം ഇവർ ഡീൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. പക്ഷേ നിങ്ങളെ വലിയ ഇഷ്ടം തന്നെയാണ്. ഓക്കെ, നിങ്ങളെ വിട്ടു പോകുന്ന കാര്യമൊന്നും അവർ തീർച്ചയായും ചിന്തിക്കുന്നില്ല. എന്തൊക്കെ തന്നെ ആയാലും ഈ സിറ്റുവേഷൻ മാറി വരും എന്നുള്ളൊരു വിശ്വാസം അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, ഹാങ്ഡ് മാൻ്റെ ഇത് വെച്ചിട്ട് ചിന്തകൾ മാറി വരുന്നതായിട്ടും ആ സിറ്റുവേഷൻ എന്തൊക്കെ തന്നെ ആയാലും അവരുടെ ചിന്തകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ക്വീൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾ അവരുടെ ഒരു ലക്കാണ് എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇന്ന് അവരുടെ ലൈഫിൽ വേണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും അവർ നിങ്ങളെ വിട്ടു പോകുന്ന കാര്യമൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഈ സിറ്റുവേഷനൊക്കെ മാറി വരും, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കും എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവർ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ടായിരിക്കും. നിങ്ങളുടെ അടുത്താണ് ഈ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം ഇവർ ഡിസ്കസ് ചെയ്യാറുള്ളതും നിങ്ങളുടെ ഉപദേശങ്ങൾ ഇവർ എടുക്കാറുണ്ട് എന്നും കാണുന്നുണ്ട് കേട്ടോ. ഇവർ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്തായിരിക്കും ഇവരെ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ നല്ല ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കാറുമുണ്ട് കേട്ടോ. നിങ്ങളെ ഡിപ്പെൻഡൻ്റ് ആണ് അവർ ആ കാര്യത്തിലൊക്കെ. അങ്ങനെയാണ് കാണുന്നത്. അവിടെ ഈ സിറ്റുവേഷൻ അങ്ങനെ തന്നെ തുടരും. നിങ്ങൾ പരസ്പരം താങ്ങായിട്ട് നിൽക്കും എന്നും കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവർക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. സ്നേഹത്തിൽ തന്നെ അവിടെ മുന്നോട്ട് പോകും. ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണ് അവിടെ പ്രശ്നമായിട്ട് കാണുന്നത്. Clarify justice. Clarify justice. Clarify justice. King of Cups, Two of Wands, സ്റ്റാർ കാർഡ് താഴെ വീണായിരുന്നേ, ഞാൻ എടുക്കുകയാണ്. ബോട്ടം ഓഫ് ദി ഡെക്കായിരുന്നു കയ്യിൽ നിന്ന് താഴെ പോയി. ഓക്കെ, സ്റ്റാർ കാർഡ് ഞാൻ അടിയിലേക്ക് വെച്ചു കേട്ടോ. അതിൻ്റെ പിക്ചർ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ കിങ് ഓഫ് കപ്സ്, സ്റ്റാർ ആൻഡ് ടു ഓഫ് വോൺസ്, ജസ്റ്റിസ് ആയിരുന്നു ബേസ് ആയിട്ടുണ്ടായിരുന്നത്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആയിട്ടും കാണുന്നുണ്ട്. അവിടെ ഒരു കേസ് നടക്കുന്നുണ്ട്. സെപ്പറേഷൻ കേസൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. പ്ലാൻ ചെയ്യാണ്, ഫ്യൂച്ചറിലേക്ക് ഇവർ പ്ലാൻ ചെയ്യാണ്. നിങ്ങളോട് സ്നേഹം തന്നെയാണ്. നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാമാണ് എന്ന് തന്നെ അവർ കരുതുന്നു. ആ കേസ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു റിസൾട്ട് തരും എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ആ കേസിൻ്റെ വിധി വരും എന്നുള്ള രീതിയിലാണ്. അതിനുശേഷം നിങ്ങളുടെ റിലേഷൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഇവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അവർ പ്ലാൻ ചെയ്യുന്നുമുണ്ട് കേട്ടോ. ഭാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. കേസ് ആസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ കേസിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊരു പ്ലാനിങ് പീരീഡിൽ, വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഈ രണ്ടിൻ്റെയും ഞാൻ രാശികൾ പറയാൻ വിട്ടുപോയി. ഇവിടെ ക്വീൻ ഓഫ് വോൺസ് വന്നു. ഇവിടെ വോൺസ് വെച്ച് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, പൈസസ്, മീനരാശി, കാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ഇനി ഇവിടെ ജസ്റ്റിസ്, ലിബ്ര, തുല രാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അക്വേറിയസ്, കുംഭരാശി. അതേപോലെ വോൺസ് വന്നിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. Clarify 8 of Wands. Clarify 8 of Wands. Clarify 8 of Wands. Three of Cups. Empress. Eight of Cups. നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ
നിങ്ങളെ കാണാൻ വരുന്നതിനെ പറ്റി ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അവർ നിങ്ങളെ കാണാൻ വരും. കാരണം അവർ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി ആയിട്ട് വന്ന ഒരാളാണ്. ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഒരു പക്ഷേ ജോലി സംബന്ധമൊക്കെ ആയിട്ട് ഇവർ ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം, വേറെ സ്ഥലത്തായിരിക്കണം ഇവർ താമസിക്കുന്നത്. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ വേറെ സ്ഥലത്തായിരിക്കണം. അവിടെ നിങ്ങൾ തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യം വരുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് വളരെ സ്പീഡായിട്ട് തന്നെ, ഇത് അടുത്ത 2 ആഴ്ച വരെയും പോകേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ തമ്മിൽ കാണാനുള്ള എല്ലാ സാഹചര്യവും വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ ട്രാവൽ ചെയ്ത് നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും നിങ്ങളൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും തന്നെ അവിടെ കാണുന്നു. ഓക്കെ, അതിനെപ്പറ്റി ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളെ വിളിക്കാനോ സംസാരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. മെസ്സേജസ് വരാൻ സാധ്യതയുണ്ട്. ഇവർ ഇൻ പേഴ്സൺ ഈ 2 ആഴ്ചക്കകം നിങ്ങളെ വന്ന് കാണുകയും ചെയ്യും കേട്ടോ. അവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, ഇടവ രാശി, and the wands again, Aries, Leo, Sagittarius, Medam, Chinnam, Dhanu. Clarify the tower. Clarify the tower. Clarify the tower. Devil, 7 of wands. Okay. 10 of swords. അവിടെ ഒരു സെപ്പറേഷൻ തന്നെയാണ് കേട്ടോ. ടോട്ടൽ ടവർ മൂവ്മെൻ്റ് ആണ് നിങ്ങളുടെ ഇടയിൽ. നിങ്ങളവരുടെ അടുത്തുനിന്ന് നിങ്ങളവർ വിളിക്കില്ലേ, അങ്ങനെയൊക്കെ ടോട്ടൽ ടവർ മൂവ്മെൻ്റ് ആണ്. ഇവർ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് പോയി കാണും. ഓക്കെ, പോയിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പെയിൻഫുൾ സിറ്റുവേഷൻ, ബ്ലോക്കേജ്, നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പരസ്പരം തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്ത് ബ്രേക്കപ്പായിട്ട് പോയതായിരിക്കണം കേട്ടോ. 2 പേരും തന്നെ എന്നാലും ഒരു ഹോപ്പ്, എവിടെയോ ഒരു ഹോപ്പ് മനസ്സിൽ വെക്കുന്നുണ്ട്. ഇവർ തിരിച്ചു വന്നാലോ, തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുമോ എന്നുള്ളൊരു ഹോപ്പ് നിങ്ങളുടെ മനസ്സിൽ എവിടെയോ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ സാബോട്ടാജ് സിറ്റുവേഷൻ അടുത്ത 2 ആഴ്ചത്തേക്കെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അതാത് സിറ്റുവേഷൻ ആർക്കൊക്കെയാണോ അതുപോലെ മാത്രം എടുക്കുക, ബാക്കിയൊന്ന് വിട്ട് കളയുക കേട്ടോ. സ്പോട്സ് വന്നിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, Aries, Leo, Sagittarius, Medam, Chinnam, Dhanu, Capricorn, Magara Rashi. Okay. Clarify the star. Clarify the star. Clarify the star. Ten of Pentacles, 6 of Wands and the Emperor. Okay. ഇവിടെ പാരൻ്റൽ പ്രഷറായിരുന്നു പ്രശ്നമെങ്കിൽ അവരുടെ ഫാമിലിയോട് സംസാരിച്ച് ഫാമിലിയുടെ അപ്രൂവൽ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിലെ ലക്കി ചാമാണ്. അത് അവർ തീർച്ചയായും നിങ്ങളുടെ പേഴ്സണെ പറഞ്ഞ്, അവിടെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് എന്ത് തന്നെ ഡിഫറൻസ് ഉണ്ടെങ്കിലും അവരുടെ ഫാമിലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടും ഒരു പ്രപ്പോസൽ, ഒരു കല്യാണം, ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണുന്നു. ഓക്കെ, പാരൻസ് തമ്മിൽ സംസാരിക്കെങ്കിലും ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലീസ് തമ്മിൽ സംസാരിച്ച് തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നു. പാരൻ്റൽ പ്രഷർ ചിലപ്പോൾ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദ സ്റ്റാർ, നിങ്ങൾക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് അവിടെ കിട്ടുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, മേടം രാശി, എസ്പെഷ്യലി അക്വേറിയസ്, കുംഭരാശി. ക്ലാരിഫൈ 10 of wands. Clarify 10 of wands. Clarify 10 of wands. Clarify 10 of wands. ലോങ് ഡിസ്റ്റൻസ് വേൾഡ് ആണ്. ഓക്കെ, വർക്ക് റിലേറ്റഡ് ആണ്. 8 of Pentacles, മിസ്സിങ് എനർജി. ലോങ് ഡിസ്റ്റൻസിലാണ്. അവിടെ വേറെ തടസ്സമൊന്നും അല്ല. നിങ്ങളുടെ ഇടയിൽ വേറെ മനസ്താപമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല. അവിടെ ലോങ് ഡിസ്റ്റൻസിലാണ് യാത്ര ചെയ്ത് ജോലി സംബന്ധമായിട്ട് അവർക്ക് തൽക്കാലം അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തേ മതിയാകൂ. ഓക്കെ,
അവർക്ക് ഓടിപ്പടച്ച് വരാൻ പറ്റില്ല. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. ഓക്കെ, വർക്കിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഹാർഡ് വർക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് അവിടെ ഉണ്ട്. കൂടുതൽ ജോലിയിൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ വെള്ളം കൂടുതലുള്ള സ്ഥലത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ബേർഡൻ ഉണ്ട്, ക്ഷീണമുണ്ട്. കാരണം വർക്ക് കൂടുതലാണ്, ഓവർ വർക്കിംഗ് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. ഓവർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഫിസിക്കൽ ടയർഡ്നെസ് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സിറ്റുവേഷൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. 2 ആഴ്ചയിലൊന്നും അവർക്ക് യാത്ര ചെയ്ത് വരാനുള്ള ഒരു സാഹചര്യം കാണുന്നില്ല. ഇത് കൂടുതലായിട്ട് എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ആയിരിക്കാം, 2 സ്ഥലത്തായിരിക്കണം കേട്ടോ. എന്തായാലും ഈ 2 ആഴ്ചത്തേക്ക് ഒരു വർക്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, മിസ്സിങ് എനർജി ഭയങ്കരമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ക്ലാരിഫൈ ദ ഹാർമിറ്റ്, ക്ലാരിഫൈ ദ ഹാർമിറ്റ്. ഈ പറയുന്നതെല്ലാം വൈസ് വേഴ്സയും കൂടെ എടുത്തോളണേ. ഞാനത് ഇത് പറഞ്ഞിട്ട് കുറേ നാളായി. ഇടയ്ക്ക് എന്നും വിചാരിക്കും പറയണമെന്ന് മറന്നു പോകും. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഞാൻ കണക്ട് ചെയ്യുന്ന നിങ്ങളുടെ എനർജി ത്രൂ ആണ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ എനർജിയും ഇതിൽ റിഫ്ലക്റ്റ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങളായിരിക്കും വർക്ക് റിലേറ്റഡ് ആയിട്ട് ദൂരെ ഇരിക്കുന്ന ഈ പറഞ്ഞ പോലത്തെ സ്ഥലങ്ങൾ, എബ്രോഡ്, അങ്ങനെയും എടുത്തോളണേ. കേസ് ബൈ കേസ് എടുത്തോളുക. ക്ലാരിഫൈ ദ ഹാർമിറ്റ്, ക്ലാരിഫൈ ദ ഹാർമിറ്റ്, ക്ലാരിഫൈ ദ ഹാർമിറ്റ്. ഓ, 6 ഓഫ് കപ്സ് മിസ്സിങ് എനർജി ആണല്ലോ. ഏസ് ഓഫ് കപ്സ്, ഗുഡ്. 8 ഓഫ് സ്വാർഡ്സ്, പറ്റി സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് സ്നേഹം മനസ്സിലുണ്ട്. ഒറ്റപ്പെട്ട ഫീലിങ്ങിൽ സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്ത് ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഓർമ്മകൾ ഇവർക്ക് ഒരുപാട് ഉണ്ട് താനും. നിങ്ങളെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. മിസ്സിങ് എനർജി ഭയങ്കരമായിട്ട് കാണുന്നു. പക്ഷെ സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്ത് എന്ത് തന്നെ ആയാലും ഈ സ്നേഹം മനസ്സിൽ വെച്ചിട്ട്, ഓർമ്മകളും വെച്ചിട്ട് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിൽ നിന്നും സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതെന്തുകൊണ്ടാണ്? ക്ലാരിഫൈ. 8 ഓഫ് സോർഡ്സ്. വൈ 8 ഓഫ് സോർഡ്സ്? വൈ ആർ ദേ റെസ്ട്രിക്റ്റിംഗ് ദംസെൽവ്സ്? വൈ ആർ ദേ റെസ്ട്രിക്റ്റിംഗ് ദംസെൽവ്സ്? 3 ഓഫ് പെൻഡക്കിൾസ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉള്ളതുകൊണ്ട് എതിർപ്പുകൾ അവർക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. ഏത് തേർഡ് പാർട്ടി നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് സ്നേഹം മനസ്സിൽ ഉണ്ടായിട്ടും അവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഈ ഒരു 2 ആഴ്ച അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷേ റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് എപ്പോഴും. നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയമായിരിക്കും കേട്ടോ. ഇത് വളരെ പെയിൻഫുൾ സിറ്റുവേഷനിൽ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് മിക്കവാറും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അവിടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, കന്നി, വിർഗോ. ക്ലാരിഫൈ 2 ഓഫ് കപ്സ്, ക്ലാരിഫൈ 2 ഓഫ് കപ്സ്, ക്ലാരിഫൈ 2 ഓഫ് കപ്സ്, ക്ലാരിഫൈ 2 ഓഫ് കപ്സ്. ഇങ്ങനെ തടസ്സം കാണുന്നവർക്ക് നമ്മളുടെ ഒരു കോൾ മാനിഫെസ്റ്റേഷൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കോൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നോക്കുക. തീരെ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുകയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളെ വിളിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ കോൾ മാനിഫെസ്റ്റേഷൻ കൊണ്ട് ബെനിഫിറ്റ് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ക്ലാരിഫൈ 2 ഓഫ് കപ്സ്, പ്ലീസ് ക്ലാരിഫൈ 2 ഓഫ് കപ്സ്. ഞാൻ ഡെക്ക് മാറ്റി, കാരണം മറ്റേ ഒരുപാട് കാർഡ്സ് എടുത്തു. ക്ലാരിഫൈ 2 ഓഫ് കപ്സ്, പ്ലീസ് ക്ലാരിഫൈ 2 ഓഫ് കപ്സ്. എംപ്രസ്, കിങ് ഓഫ് കപ്സ്, എനിക്കറിയാമായിരുന്നു. നൈറ്റ് ഓഫ് കപ്സ്, നിങ്ങളെ കാണാനായി വരുന്നു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. കാരണം ഒരുപാട് സ്നേഹമാണ്, നിങ്ങൾ അവരുടെ ലൈഫിലെ എംപ്രസ് സാന്നിധ്യമാണ്. അവർക്ക് നിങ്ങളെ കാണണം, തീർച്ചയായിട്ടും നിങ്ങളെ കാണണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് പരസ്പര സ്നേഹമാണ് എന്ന് നിങ്ങൾ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്.
ഓക്കെ, എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് വരുന്നതാണ് നല്ലത്. ഇവർക്ക് നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ്, ഹൈ വാല്യൂവിലാണ് അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ അവർ വരുന്നു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഇടവം, ടോറസ് രാശി, വീണ്ടും ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, എല്ലാ രാശിക്കാർക്കും തന്നെ ഇത് സംഭവിക്കാം. കൂടുതലായും ഈ രാശിക്കാർക്കായിരിക്കും എന്ന് മാത്രം. ഓക്കെ, ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. മറ്റുള്ളവർക്ക് റീയൂണിയൻ വരില്ല എന്നർത്ഥമില്ല, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. 6 of swords, okay, Queen of wands and 9 of wands. അവിടെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്. കാരണം 2 ക്വീൻസിൻ്റെ ഇതിലുള്ള പുരുഷൻ ആരാണോ അവർക്കാണ് ഇത് ബാധകം കേട്ടോ. നിങ്ങളിലുള്ള പുരുഷൻ മാരീഡാണ്, നിങ്ങളുടെ പേരിലുള്ള പുരുഷൻ. ഓക്കെ, 2 ക്വീൻസിൻ്റെ സാന്നിധ്യം അവിടെ കാണുന്നു. അവർക്ക് അവരുടെ തേർഡ് പാർട്ടിയെ കുറിച്ച് ഭയമാണ്, കുറച്ച് കൺട്രോൾ ഇഷ്യൂസ് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വലിയ ഇഷ്ടവുമാണ്. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇനിയത്തെ 2 ആഴ്ച നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്താൽ തന്നെ ഇവരുടെ ആ തേർഡ് പാർട്ടി അറിയാതെയൊക്കെ ഒളിച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളൊരു സിറ്റുവേഷനാണ് കേട്ടോ. അതങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, Wands, Aries, Leo, Sagittarius, Madam, Chingam, Dhanu, Libra, Gemini, Aquarius, Tulam, Midhunam, Kumbam. ഇത്രയാണ് അവിടെ കണക്ട് ആയത്. ക്ലാരിഫൈ ടെമ്പറൻസ്, ക്ലാരിഫൈ ടെമ്പറൻസ്. ക്ലാരിഫൈ ടെമ്പറൻസ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം. ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിങ്ങളെ ഹാങ്ങിങ് ആയിട്ട് നിർത്തിയിട്ട്, അതായത് ഒരു തീരുമാനം അറിയിച്ചിരുന്നില്ല, കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു, ഇമോഷണൽ ടെർമോയിൽസ് ഉണ്ടായിരുന്നു, കടങ്ങൾ ഉണ്ടായിരുന്നു, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ അത് ഒരു ബാലൻസിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നു. അവർ ഡിവൈൻ്റെ അടുത്ത് ഓൾറെഡി പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാം ശരിയാക്കി തരണം എന്നുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം അവർ ഫേസ് ചെയ്ത് ഒരു ഈക്വൽ ബാലൻസിൽ എത്തിക്കാൻ ശ്രമിക്കും ഈ 2 ആഴ്ചയിൽ എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്രോസ് റോഡ് സിറ്റുവേഷൻസ്, കൺഫ്യൂഷൻസ് ഒക്കെ ആയിരുന്നെങ്കിൽ അവരതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ, ഒരു പരിഹാരം കണ്ടെത്താൻ അവർ ശ്രമിക്കും ഈ 2 ആഴ്ചയിൽ എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ടെമ്പറൻസ് വന്ന് സാജിറ്റേറിയസ്, ധനുരാശി. ക്ലാരിഫൈ 2 of wands, ക്ലാരിഫൈ 2 of wands, ക്ലാരിഫൈ 2 of wands. അത് ലോങ് ഡിസ്റ്റൻസ് ആണ് കേട്ടോ. വേൾഡ് കാർഡാണ് കാണുന്നത്, മിസ്സിങ് എനർജിയാണ് കാണുന്നത്, അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. അതായത് വേൾഡ്, പേജ് ഓഫ് കപ്സ്, 4 of cups ആൻഡ് 2 of wands കേട്ടോ. അവിടെ ലോങ് ഡിസ്റ്റൻസ് ആണ്. ഞാനത് തേർഡ് പാർട്ടി ആണോ ലോങ് ഡിസ്റ്റൻസ് ആണോ എന്ന് നോക്കുമായിരുന്നു. മിസ്സിങ് എനർജിയാണ് കാണുന്നത്. വേൾഡ് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നും കാണുന്നു. ഓക്കെ, പുറത്ത് എബ്രോഡൊക്കെ ആയിരിക്കണം. നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇൻ ടച്ചാണ്, നിങ്ങൾക്ക് ചാറ്റ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ അടുത്ത് ഇവർ സംസാരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, മിസ്സിങ് എനർജിയാണ്. പക്ഷെ എത്ര കാലം ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവർക്കവിടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, കാരണം ലോങ് ഡിസ്റ്റൻസ് ആണ്. മിസ്സിങ് ഭയങ്കരമായിട്ട്. ഇത് വേറെ ഒരെണ്ണം റിപ്പീറ്റ് ആയിരുന്നു അല്ലേ, സെയിം കാർഡ്സ് മുകളിൽ റിപ്പീറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഭയങ്കര മിസ്സിങ് എനർജിയാണ് അവിടെ കാണുന്നത് കേട്ടോ. പക്ഷെ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങൾ സംസാരിക്കും, ചാറ്റ് ചെയ്യും, ഓൺലൈനിൽ കോണ്ടാക്റ്റ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. അതങ്ങനെ തന്നെ പോകും, പരസ്പരം മിസ്സ് ചെയ്യുന്നതായിട്ടും കാണുന്നു. അടുത്ത 2 weeks അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ലവേഴ്സ് ആയിരുന്നു. ഇങ്ങോട്ട് വയ്ക്കാം.
ക്ലാരിഫൈ ലവേഴ്സ്, ക്ലാരിഫൈ ലവേഴ്സ്, ക്ലാരിഫൈ ലവേഴ്സ്. ലവേഴ്സ് എന്ത് ക്ലാരിഫൈ ചെയ്യാനാണ് അല്ലേ? ഹെറഫൻറ്റ്, ഓക്കെ. ദ ഫൂൾ, കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി അവർ തരുന്നതായിട്ട് കാണുന്നു. ഓക്കെ. നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനത്തെ ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും അവർക്ക് നിങ്ങളെ വളരെ അധികം ഇഷ്ടമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. അവർ വരികയും ചെയ്യും ഇനിയത്തെ 2 ആഴ്ചയിൽ. ഈവൺ ഇഫ് ദർ ഇസ് എ തേർഡ് പാർട്ടി, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ മാരീഡ് ആണെങ്കിൽ പോലും, ഓക്കെ, മാരീഡോ കമ്മിറ്റഡോ ആണെങ്കിൽ പോലും അവർ റിസ്ക് എടുത്ത് നിങ്ങളെ കാണാൻ വരും എന്നാണ് കാണുന്നത്. നിങ്ങളെ അവർക്ക് വലിയ ഇഷ്ടമാണ്. ലവേഴ്സ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പരസ്പരം സ്നേഹമാണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡുമാണ്. ഈ റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാൻ അവർ തയ്യാറുമാണ്. അങ്ങനെ നിങ്ങൾ ഈ ഒരു 2 ആഴ്ചയുടെ ഉള്ളിൽ നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാഹചര്യം തീർച്ചയായും വരുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതിനെ പറ്റിയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. അവിടെ വാൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു, മേഡം, ഏരീസ് രാശി, ടോറസ്, ഇടവ രാശി, മിഥുന രാശി, ജമുനായി, അത്രയുമാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഓക്കെ. കേസ് ബൈ കേസ് എടുത്തോളുക. ഏതൊക്കെയാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അത് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി ഇന്നത്തെ റീഡിങ്. ഓക്കെ. അപ്പോൾ നാളെ ഞാൻ തേർഡ് പാർട്ടിയുടെ ചെയ്തു തരാം. തേർഡ് പാർട്ടി എക്സാക്ട് സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഡിസിഷൻ എന്താണ് ആ കാര്യത്തിൽ എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ നോക്കാം. ആൽഫബറ്റ്സ് വെച്ച് തന്നെ നോക്കിത്തരാം കേട്ടോ. നാളെ സൺഡേ ആണ്, അപ്പോൾ ഇച്ചിരി സമയം കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ പ്ലീസ്. ഓക്കെ. വേറെ എന്താ, പേഴ്സണൽ റീഡിങ് വേണ്ടവർ ദയവായി പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ. ട്യൂസ്ഡേ ലൈവിന് എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.